ഹലോ, വെൽക്കം ബാക്ക് ടു ധതമസി യൂട്യൂബ് ചാനൽ. ഓക്കെ, നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്, നമ്മൾ ഇതിൻ്റെ ഒരു ചെറിയ വേർഷൻ ഷോർട്സ് ഇട്ടിരുന്നു. ഷോർട്സ് വീഡിയോയിൽ ഒരുപാട് കോമൻറ്റ്സ് പറഞ്ഞിരുന്നു ലോങ് വീഡിയോ തന്നെ വേണമെന്നുള്ളത്. അങ്ങനെ ഒരു റിക്വസ്റ്റിൻ്റെ പുറത്താണ് നമ്മളിത് ചെയ്യുന്നത്. സോ ദ ടോപ്പിക് ഇസ്, നിങ്ങളെക്കുറിച്ച് ആരാണ് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നത് അവർക്ക് നിങ്ങളിലൊരു മാനിപ്പുലേഷൻ വരുത്താൻ ആഗ്രഹിക്കുന്നത്. അതായത് അവർ നിങ്ങളെക്കുറിച്ച് തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ ആ ചിന്തകളുടെ ശക്തി നിങ്ങളെ വല്ലാതെ ഇൻഫ്ലുവൻസ് ചെയ്യുകയും അത് നിങ്ങളിലൊരു നെഗറ്റീവ് പ്രഭാവം ഉണ്ടാക്കുകയും ചെയ്യുന്നത്. അതായത് നിങ്ങളുടെ തനതായിട്ടുള്ള എനർജിയിൽ നിന്ന് മാറി നിങ്ങളുടെ ഒതൻറ്റിക് ആയിട്ടുള്ള എനർജി, നിങ്ങളുടെ ഒറിജിനൽ ആയിട്ടുള്ള എനർജി, ആ ഒരു ദിവസം അല്ലെങ്കിൽ ആ ഒരു സമയം നിങ്ങളിൽ ഉണ്ടാവേണ്ടതായിട്ടുള്ള ഒരു എനർജിയിൽ നിന്ന് മാറി അത് വേറെ എന്തൊക്കെയോ ആയി മാറുന്നു, മറ്റെന്തൊക്കെയോ ആയി മാറുന്നു എന്നുള്ളതാണ്. സോ ഇത് ഒരു തരത്തിൽ പറഞ്ഞാൽ ബ്ലാക്ക് മാജിക് എഫക്റ്റ് തന്നെയാണ്. പക്ഷെ അത് നമുക്ക് ആരാണ്, എന്താണ് എന്നൊക്കെ നമുക്ക് നോക്കാം. കൂടാതെ അവർ എങ്ങനെയാണ് നിങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, പോസിറ്റീവ് രീതിയിലാണോ നെഗറ്റീവ് രീതിയിലാണോ, ശേഷം നിങ്ങൾ ഈ ഒരു ഇൻഫ്ലുവൻസിൽ നിന്നും അല്ലെങ്കിൽ ഇതിൽ നിന്നും എന്തൊരു ലെസണാണ്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സാഹചര്യം നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ സംഭവിക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് നിങ്ങൾ പഠിച്ചെടുക്കേണ്ടതായിട്ടുള്ള ലെസൺ എന്താണെന്നും നമ്മൾ നോക്കും. അതുപോലെ തന്നെ നിങ്ങൾക്കുള്ള ഇതിൽ നിന്ന് പുറത്ത് കടക്കാനായിട്ടുള്ള ഹീലിംഗ് മെത്തേഡ്സ് എന്താണെന്ന് നമുക്ക് നോക്കാം. പ്ലസ് അഫർമേഷൻസ് ഫോർ യു ആൻഡ് ഏഞ്ചൽ ഗൈഡൻസ്. സോ ഇങ്ങനെയാണ് നമ്മൾ ഈ ഒരു റീഡിങ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാനായിട്ട് ഞാനിവിടെ 2 കാർഡ്സ് വെച്ചിട്ടുണ്ട്. ഒന്ന് ജിറാഫ് സ്പിരിറ്റ് ആണ്, കാർഡ് നമ്പർ 1. ആൻഡ് ദെൻ യു ഹാവ് ദ സെക്കൻഡ് കാർഡ്, ബി സ്പിരിറ്റ്. ഓക്കെ, അടുത്ത് കാണണമെങ്കിൽ സോ ദിസ് ഇസ് ഇറ്റ്. ഓക്കെ, ജിറാഫ് സ്പിരിറ്റ് ആൻഡ് ബി സ്പിരിറ്റ്. സോ ഇത് ഏത് കാർഡിനോടാണ് നിങ്ങൾക്ക് അട്രാക്ഷൻ തോന്നുന്നത് ആ ഒരു കാർഡ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. അഗെയിൻ ഒരു ജെൻറ്റൽലെസ് റീഡിംഗ് ആണ്, ജനറൽ റീഡിംഗ് ആണ്, കൂടാതെ ടൈംലെസ് റീഡിംഗ് ആണ്. എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങളിത് ഏത് സമയത്താണ് ഈ ഒരു റീഡിങ് കാണുന്നത്, നിങ്ങളുടെ മുന്നിൽ വന്ന് പെടുന്നത്, ആ ഒരു സമയത്തായിരിക്കും നിങ്ങളുടെ ലൈഫിൽ ഇത് നിങ്ങൾക്ക് റെസനേറ്റഡ് ആവുക. ഓക്കെ, കോയിൻസിഡൻസ് ആയിട്ടൊന്നും ഇത് നിങ്ങളുടെ മുന്നിൽ വന്ന് പെടുന്നില്ല. ഇങ്ങനെ ഒരു വീഡിയോ നിങ്ങളുടെ മുന്നിൽ വരുന്നുണ്ടെങ്കിൽ യൂണിവേഴ്സായിട്ട് നിങ്ങളിലേക്ക് ആ ഒരു മെസ്സേജ് എത്തിക്കാൻ വേണ്ടിയാണ്. ഓക്കെ, സോ നമുക്കിനി റീഡിങ്ങിലേക്ക് കടക്കാം. റീഡിങ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപായിട്ട് നിങ്ങൾക്ക് പേഴ്സണൽ ഗൈഡൻസസ് ആവശ്യമാണെങ്കിൽ ഈ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ നിങ്ങൾക്ക് സൈക്കോളജിക്കൽ കൺസൾട്ടിങ്, സ്പിരിച്വൽ ഹീലിങ്സ് ഇതൊക്കെ ആവശ്യമാണെങ്കിലും ഈ ഒരു നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോയിൻമെൻറ്റ്സ് ലഭ്യമാവുന്നതാണ്. ഇനി നിങ്ങൾക്കൊരു ടാരറ്റ് റീഡർ ആവണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ ടാരറ്റ് റീഡിംഗ് കോഴ്സസ് എല്ലാം നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്, ഓൺലൈനായിട്ടാണ് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ അതിലേക്ക് ജോയിൻ ചെയ്യണം എന്നുണ്ടെങ്കിലും ഈ ഒരു നമ്പറിൽ വാട്സപ്പ് ത്രൂ കോൺടാക്റ്റ് ചെയ്യുക, ഇൻഫർമേഷൻസ് എല്ലാം ലഭ്യമാവുന്നതാണ്. നമ്മളെ പലപ്പോഴും കോൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ മീറ്റിങ്സിലോ കൺസൾട്ടേഷൻസിലോ ഒക്കെ ആണെങ്കിൽ നമുക്കത് കണക്ട് ചെയ്ത് എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാകാറുണ്ട്. എന്നാൽ നിങ്ങൾ വാട്സപ്പിലാണ് നമ്മളെ കണക്ട് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്രയും പെട്ടെന്നൊരു റെസ്പോൺസ് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, ഓൺ ദാറ്റ് നോട്ട് നമ്മൾ ജിറാഫ് സ്പിരിറ്റ് സെലക്ട് ചെയ്തിട്ടുള്ള നിങ്ങളുടെ റീഡിങ്ങിലേക്ക് കടക്കുകയാണ്. ഹായ്, ഹലോ, ഗ്രൂപ്പ് നമ്പർ 1 ജിറാഫ് സ്പിരിറ്റ് സെലക്ട് ചെയ്തിട്ടുള്ള നിങ്ങളുടെ റീഡിംഗ് ആണ്. സോ നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ ചിന്തിക്കുന്ന ആ വ്യക്തി ആരാണ് എന്ന് നമുക്ക് നോക്കാം. യൂണിവേഴ്സ് എന്ത് സൈൻസ് ആണ് തരുന്നത് എന്ന് നമുക്ക് നോക്കാം. ലെറ്റ്സ് ഫൈൻഡ് ഔട്ട് ദ ക്ലൂസ്. ആരാണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന ആ വ്യക്തി, നിങ്ങളെ നെഗറ്റീവായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ആ ഒരു വ്യക്തി. ഓക്കെ, വി ഗോട്ട് 5 ഓഫ് പെൻറ്റക്കിൾസ്. ഇത് നിങ്ങളിൽ നിന്ന് വേർപെട്ടു പോയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അതായത് യു ആർ നോട്ട് ഇൻ കോണ്ടാക്ട് വിത്ത് ദിസ് പേഴ്സൺ എന്ന് മനസ്സിലാക്കാം. അത് ഓക്കെ, സോ ദിസ് പേഴ്സൺ ഇസ് ആക്ച്വലി ട്രൈങ് ടു ലെറ്റ് ഗോ ഓഫ് യുവർ മെമ്മറീസ്. ഈ ഒരു സമയത്ത് അവരുടെ മനസ്സിൽ നിന്ന് നിങ്ങളെക്കുറിച്ചുള്ള മെമ്മറി പോയിട്ടില്ല,
എന്നാൽ അത് കളയാൻ ശ്രമിക്കുകയാണ്. വി ഗോട്ട് ദ ഡെവിൾ കാർഡ്. സി, വളരെ നെഗറ്റീവ് എനർജി ഉള്ള ഒരു വ്യക്തിയാണ്, നെഗറ്റീവ് ഇമോഷൻസ് ഉള്ള ഒരു വ്യക്തിയാണ്. എല്ലാവരെയും കുറിച്ചും അല്ലെങ്കിൽ എന്തിനെക്കുറിച്ചും ഒരു ജലസിയോ അല്ലെങ്കിൽ ആങ്കറോ അല്ലെങ്കിൽ ഫ്രസ്ട്രേഷനോ നെഗറ്റിവിറ്റികൾ മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഒരു വ്യക്തിയാണ്. നിങ്ങളോട് ഒരു ലസ്റ്റ്ഫുൾ മനോഭാവവും ഉള്ളൊരു വ്യക്തിയാണ്. ജനറലി നോക്കിക്കഴിഞ്ഞാൽ ഈ വ്യക്തിക്ക് സ്നേഹം എന്ന് പറയുന്നതിൻ്റെ യഥാർത്ഥ മീനിങ് അറിയാത്തൊരു വ്യക്തി, എന്നാൽ പുറമെ അധികം ചിരിക്കാത്ത അങ്ങനെയുള്ള ഒരു വ്യക്തിയൊക്കെയാണ്. ഫിനാൻഷ്യലി ഒക്കെ അത്യാവശ്യം സ്റ്റെബിലിറ്റി ഉള്ള ഒരു വ്യക്തിയാണ്. അത്ര പൈസയ്ക്ക് ബുദ്ധിമുട്ടൊന്നും ഉള്ള ഒരു വ്യക്തിയല്ല. ഇവരുടെ ഇമോഷണൽ ഇംബാലൻസ് ആണ് ഇവർക്ക് ഏറ്റവും ഉള്ളത്. ഒരു ബാലൻസിങ് ഇവരുടെ ഇമോഷൻസിന് ഇവർക്കില്ല. ഓക്കെ, ഇത് നിങ്ങളുടെ ഒരു ഫ്രണ്ടായിട്ട് ഉണ്ടായിരുന്ന ഒരാളാണ്. നിങ്ങളുടെ കൂടെ നിങ്ങൾ ഒന്നിച്ച് ടൈം സ്പെൻഡ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് ഈ വ്യക്തി. നിങ്ങളുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് അവരുടെ സ്വപ്നതുല്യമായിരുന്നു എന്ന് കാണിക്കുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങളുമായിട്ടൊരു ഫിസിക്കൽ റിലേഷൻഷിപ്പ് പോലും അവർക്ക് സ്വപ്നതുല്യമായിരുന്നു എന്ന് കാണിക്കുന്നുണ്ട്. ഓക്കെ, വളരെ മെച്യൂറായിട്ട് സൊല്യൂഷൻസ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വ്യക്തിയാണെന്നാണ് ഇവർ വിചാരിക്കുന്നത്. പക്ഷെ ബോട്ടം എനർജി മൂണാണ്. വളരെ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. ജീവിതത്തിൻ്റെ ശരി തെറ്റുകളോ ന്യായ അന്യായങ്ങളോ ഒന്നും അറിയില്ല. പക്ഷെ ഇവരുടെ ധാരണ ഇവർക്കെല്ലാം അറിയാമെന്നുള്ള ഒരു വ്യക്തിയാണ്. അങ്ങനെ ഒരാളാണ് നിങ്ങളെക്കുറിച്ച് ഇപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതും നിങ്ങൾക്ക് നിങ്ങളുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് ചെയ്യാൻ ബുദ്ധിമുട്ട് വരികയും നിങ്ങളുടെ തനതായിട്ടുള്ള എനർജിയിൽ നിന്ന് മാറി നിൽക്കേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യവുമൊക്കെ വരുന്നത്. കൂടുതൽ ക്ലൂ നമുക്ക് ഈ ഒരു വ്യക്തിയെക്കുറിച്ച് നോക്കാം. സോഡിയാക് സൈൻസ് അല്ലെങ്കിൽ സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള പ്ലാനറ്ററി സ്ട്രെങ്ത് ഒക്കെ നമുക്ക് നോക്കാം. സോ ഈ ഒരു വ്യക്തിയെക്കുറിച്ചുള്ള കൂടുതൽ ക്ലൂ നമുക്ക് നോക്കാം. ഓക്കെ, സൺ എനർജി വന്നിട്ടുണ്ട്. സോ ഈ ഒരു പേഴ്സൺ ഐദർ ഏറിസ് ഓർ ലിയോ ആവാനുള്ളൊരു സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഹി ഹാസ് സൺ ഇൻ ഹിസ് ലഗ്ന. ഓൾസോ എനിക്കിവിടെ സൺ ഇൻ 12th ഹൗസും കൂടെ തോന്നുന്നുണ്ട്. അങ്ങനെ ഒരു വ്യക്തിയാണ് ഈ ഒരു വ്യക്തി. കൂടുതൽ ക്ലൂ നോക്കാം. ജെമിനായി. ഓക്കെ, ജെമിനായി ആകാനുള്ള സാധ്യതയുണ്ട്. ജെമിനായി ഇപ്പം നക്ഷത്രം വെച്ച് പറയുകയാണെങ്കിൽ മകയിരം, തിരുവാതിര, പുണർദം ഈ ഒരു നക്ഷത്രത്തിലാവാനുള്ളൊരു സാധ്യതയുണ്ട്. അതുപോലെ കുറച്ച് ഗോസിപ്പിംഗ് മെൻറ്റാലിറ്റി ഉള്ള ഒരു ആളും കൂടെയാണ് കേട്ടോ ഈ വ്യക്തി. വല്ലാണ്ടൊരു മാനിഫെസ്റ്റേഷൻ പവർ ഉള്ള ആളാണ്. എന്ന് പറഞ്ഞാൽ അത് പോസിറ്റീവായിട്ടേ അല്ല. ഇവരെന്തെങ്കിലും നെഗറ്റീവായിട്ടുള്ള ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ പറയില്ലേ കരിനാക്കാണെന്ന് പറയുമല്ലോ, അങ്ങനെ ഇവർ പറഞ്ഞാൽ അത് അച്ചട്ടായിട്ട് മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഭവിക്കും. അപ്പം ശരിക്കും പറഞ്ഞാൽ ഒഴിവാക്കി നിർത്തേണ്ട വ്യക്തിയാണ്. കാര്യം ഈ വ്യക്തി വളരെ അൺഹീൽഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. ആൻഡ് മാർസ്, യെസ്, നമ്മൾ ഓൾറെഡി ഏഴ്സ് പറഞ്ഞു. സ്കോർപ്പിയോ ആവാനുമുള്ള ഒരു സാധ്യത ഇവിടെ ഉണ്ട്. നക്ഷത്രം വെച്ച് പറയാനാണെങ്കിൽ അത് ഈവൻ നമുക്ക് ചിത്തിര, ചോതി, അനിഴം, ഭരണി, കാർത്തിക ഇത്രയൊക്കെ നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നുണ്ട്. ആ എനർജി എനിക്കിവിടെ ലഭിക്കുന്നത്. ഇവരുടെ വാക്കും പ്രവൃത്തിയും എല്ലാം കാലാവസ്ഥ മാറുന്നത് പോലെ മാറിക്കൊണ്ടിരിക്കുന്ന വ്യക്തിയുമായിട്ടാണ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, സോ ഇതാണ് ഈ വ്യക്തിയെക്കുറിച്ച് ഉള്ള ഒരു എക്സ്പ്ലനേഷൻ അല്ലെങ്കിൽ ക്ലൂ. ഇതാണ് യൂണിവേഴ്സ് തരുന്നത്. ഇവർ നിങ്ങളിൽ എന്ത് തരത്തിലുള്ള ഒരു മനോഭാവമാണ് ഉണ്ടാക്കിയെടുക്കുന്നത്, നിങ്ങളെ എങ്ങനെയാണ് ഇവർ അഫക്റ്റ് ചെയ്യുന്നത് എന്നുകൂടി നമുക്ക് നോക്കാം. സോ ഈ വ്യക്തി നിങ്ങളെ എങ്ങനെയാണ് ഇമ്പാക്റ്റ് ചെയ്തിരിക്കുന്നത്, ഏതൊക്കെ രീതിയിലാണ് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, നിങ്ങളുടെ വീട്ടിൽ കലഹമുണ്ടാകുന്നുണ്ടെങ്കിൽ അത് ഈ ഒരു വ്യക്തിയുടെ എനർജി. അതുപോലെ തന്നെ നിങ്ങളുടെ മാരേജിന് ഡിലേ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് ഈ വ്യക്തിയുടെ ഒരു എനർജി ഉണ്ടെന്ന് കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ട്രസ്റ്റ് ഇഷ്യൂസ് ഈ വ്യക്തി കാരണം ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്കൊരു ഡിസിഷൻ എടുക്കാതെ അല്ലെങ്കിൽ നിങ്ങൾ ചിന്തിക്കുന്ന രീതി കറക്റ്റാണോ, ഞാൻ ശരിയാണോ ഞാൻ തെറ്റാണോ എന്ന് പോലും നിങ്ങൾക്ക് അറിയാൻ പറ്റാത്ത രീതിയിൽ നിങ്ങളായി പോയിട്ടുണ്ടെങ്കിൽ അത് ഈ വ്യക്തി കാരണമാണ്. നിങ്ങളിൽ ആവേശം, ഇമ്പൾസീവ്നെസ് ഉണ്ടാക്കിയിട്ടുണ്ട് ഈ ഒരു വ്യക്തി. യെസ്, റഷ് ഓഫ് തോട്ട്സ്, നിങ്ങൾക്ക് ഒരുപാട് ചിന്തകളാണ്, കൺഫ്യൂസ്ഡ് തോട്ട്സ്
ഈ വ്യക്തി കൊണ്ടു തന്നിട്ടുണ്ട് എന്ന് കാണിക്കുന്നുണ്ട്. ഓക്കെ, അതുപോലെ ടീം വർക്ക്സിലൊക്കെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ വരുന്നുണ്ടെങ്കിൽ ഈ വ്യക്തിയുടെ ഒരു ഇൻഫ്ലുവൻസ് ആണ് അതെന്ന് കാണിക്കുന്നുണ്ട്. സോ ഇതാണ് ഇമ്പാക്റ്റ് വന്നിരിക്കുന്നത്. ആൻഡ് വാട്ട് ലെസൺ യു ഹാവ് ടു ലേൺ എന്നുള്ളത് നമുക്കിവിടെ ജിറാഫ് സ്പിരിറ്റാണ് വന്നിരിക്കുന്നത്. സീ ദ ബിഗർ പിക്ചർ. യെസ്, ഇതാണ് നിങ്ങൾ പഠിക്കേണ്ടതായിട്ടുള്ളൊരു ലെസൺ. ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് നിങ്ങൾ പഠിക്കേണ്ടത് ഈ ഒരു ലെസണാണ്. കൂടുതലായിട്ട് നമുക്കതിനെക്കുറിച്ച് നോക്കാം. ഈ ജിറാഫ് എന്ന് പറയുമ്പോൾ അവരുടെ സ്പെഷ്യാലിറ്റി വരുന്നത് എന്താണ്? ഈ കഴുത്ത്, അവരുടെ ഹൈറ്റാണ്. അതായത് കഴുത്തിൻ്റെ നീളം വളരെ കൂടുതലായതുകൊണ്ട് തന്നെ നമ്മൾ കാണുന്നത് പോലെയല്ല, കുറച്ചും കൂടെ ബിഗറായിട്ടുള്ള ഒരു പിക്ചർ ഇവർക്ക് കാണാൻ സാധിക്കും. ലൈക്ക് എ ബേർഡ്സ് ഐ വ്യൂ, അത്രയും ഹൈറ്റ് ഉണ്ട് ഇവർക്ക്. അപ്പോൾ ആ പെർസ്പെക്റ്റീവ് നിങ്ങളൊന്ന് മാറ്റി, അതായത് വളരെ ചുരുങ്ങി ചിന്തിക്കുന്നതിൽ നിന്നും വിശാലമായിട്ട് ചിന്തിക്കാനായിട്ട് നിങ്ങൾ തുടങ്ങുക. ഈ ഒരു വ്യക്തി അല്ല ലോകം, അല്ലെങ്കിൽ ഈ ഒരു വ്യക്തി നിങ്ങളിപ്പോൾ ഈ വ്യക്തിയായിട്ട് കോൺടാക്റ്റ് ഇല്ല എന്ന് കാണിക്കുന്നുണ്ട്, പക്ഷേ ഇവർ പറഞ്ഞ കാര്യങ്ങൾ അല്ലെങ്കിൽ ഇവരുമായിട്ട് ഇടപെട്ടിട്ടുള്ള ഇവരുടെ എനർജിയൊക്കെ നിങ്ങളുടെ മനസ്സിൽ ഒത്തിരി നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നാൽ അതിൽ നിന്ന് മാറി പുതിയ പുതിയ പേഴ്സ്പെക്റ്റീവുകളെ നിങ്ങൾ കൊണ്ടുവരിക, അല്ലെങ്കിൽ പഠിക്കുക. നിങ്ങൾക്ക് ഒരുപാട് വായിക്കുന്നത് അല്ലെങ്കിൽ പോസിറ്റീവായിട്ടുള്ള എനർജി ഉള്ള വ്യക്തികളുമായിട്ടുള്ള ഇൻട്രാക്ഷനൊക്കെ നിങ്ങളെ ഇതിൽ നിന്ന് ഓവർകം ചെയ്യാൻ സഹായിക്കും. പോസിറ്റീവായിട്ടുള്ള വ്യക്തികളെ കണ്ടെത്താൻ ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾ ട്രസ്റ്റ് വർത്തി ആയിട്ടുള്ള സോഴ്സസിൽ നിന്ന് വിസ്ഡം എടുക്കുക, ഇൻഫർമേഷൻ എടുക്കുക. അതുകൊണ്ടാണ് ബുക്സ് അല്ലെങ്കിൽ ഇൻ്റർനെറ്റിൽ ഒക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഗൈഡൻസ് എടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് നിങ്ങൾ നല്ല രീതിയിൽ ഹീൽ ചെയ്യേണ്ടത് ആവശ്യമാണ്. ആൻഡ് ലെറ്റ് സീ വാട്ട് ഈസ് ദ സൊല്യൂഷൻ ഫോർ യുവർ ഹീലിംഗ്. അതും കൂടെ നമുക്ക് നോക്കാം. എന്ത് കാര്യം നിങ്ങളിപ്പോൾ ചെയ്താലാണ് ഈ വ്യക്തിയിൽ നിന്ന് നിങ്ങൾക്കൊന്ന് പുറത്ത് കടക്കാനായിട്ട് സാധിക്കുക, ഈ വ്യക്തിയുടെ എനർജി ഫീൽഡിൽ നിന്ന് നിങ്ങൾക്ക് പുറത്ത് കടക്കാൻ സാധിക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം. സോ ദിസ് ഇസ് യുവർ ഹീലിംഗ് ഫ്രം ദിസ് person, healing from this person's energy. What should you do? You are wanted. There is a home waiting within. Okay. ഒരു വ്യക്തിയിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഒരു മനസ്സിനെ തട്ടിയിരിക്കുന്ന ഒരു എനർജി എന്ന് പറഞ്ഞാൽ അബാൻഡ്മെൻ്റ് ആണ്. അതായത് നിങ്ങൾ എല്ലാവരും റിജക്റ്റ് ചെയ്യപ്പെടേണ്ട ആളാണ്, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു മൂല്യമില്ല, നിങ്ങളെക്കാട്ടിൽ മൂല്യമുള്ള ഒരുപാട് പേരുണ്ട്, പിന്നെ നിങ്ങളുടെ ആവശ്യം എന്താണ് എന്നൊക്കെയുള്ള ഒരു അബാൻഡ്മെൻറ്റ് മെൻറ്റാലിറ്റി നിങ്ങളുടെ മനസ്സിൽ വന്നു പെട്ടിട്ടുണ്ട്. ഒരു റിജക്റ്റ് ചെയ്യപ്പെടേണ്ട വ്യക്തിയാണ് നിങ്ങൾ എന്നുള്ളൊരു തോട്ടാണ് ഈ വ്യക്തി നിങ്ങളിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു ഇമേജ്, അല്ലെങ്കിൽ നിങ്ങളിൽ ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന സബ് കോൺഷ്യസിനെ കൺട്രോൾ ചെയ്ത് അവരെടുത്ത് കൊണ്ടുവന്നിരിക്കുന്ന ഒരു മെസ്സേജ് നിങ്ങളിൽ അതാണ് നമുക്ക് മാറ്റേണ്ടത്. ഇത് നിങ്ങൾ ഹീൽ ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഒരു മിറർ എക്സസൈസിലൂടെ നിങ്ങൾക്ക് ഈ ഒരു ഇന്നർ ചൈൽഡ് ഹീലിംഗ് ചെയ്യാവുന്നതാണ്. സ്റ്റാൻഡ് ഇൻ ഫ്രണ്ട് ഓഫ് എ മിറർ, എന്നിട്ട് നിങ്ങളുടെ കണ്ണിലേക്ക് തന്നെ നിങ്ങൾ സൂക്ഷ്മതയോടുകൂടി നോക്കുക. ആൻഡ് നിങ്ങളുടെ മിറർ ഇമേജിനോട് പറയാം, വാട്ട് എവർ ഹാപ്പൻസ് ഐ ആം നോട്ട് ഗോയിങ് ടു ലീവ് യു. ഓക്കെ, നിങ്ങളെ ഞാൻ ഉപേക്ഷിക്കില്ല, എന്തൊക്കെ സംഭവിച്ചാലും അവിടെ സപ്പോർട്ടായിട്ട് ഞാൻ കൂടെ ഉണ്ടായിരിക്കും നിനക്ക് എന്ന് നിങ്ങളുടെ മിറർ ഇമേജിനോട് കണ്ണിൽ നോക്കി ശക്തമായിട്ട് പറയുക. ദ വെരി എൻഡ്, അതുവരെ ഞാൻ നിൻ്റെ കൂടെ ഉണ്ടായിരിക്കും, നിന്നെ സ്നേഹിച്ചുകൊണ്ട് ഞാൻ കൂടെ ഉണ്ടായിരിക്കും, ഞാൻ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നു എന്ന് നിങ്ങൾ പറയുക. ആൻഡ് ഈ നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു ഹോം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ ഒരു റിജക്ഷൻ മാറ്റി നിങ്ങൾ അക്സെപ്റ്റൻസിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ ആ അക്സെപ്റ്റൻസ് നിങ്ങൾ കൊടുക്കുക. നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുന്ന ആ ഹോം നിങ്ങളുടെ ഉള്ളിലാണ് അതുള്ളത്. നിങ്ങളെ പൂർണ്ണമായിട്ട് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ബി യുവർ ബെസ്റ്റ് ഫ്രണ്ട്. ഈ ഒരു ഹീലിംഗ് ചെയ്യുന്നത് വഴി നിങ്ങൾക്ക് ഇതിൽ നിന്ന് പുറത്ത് കടക്കാനായിട്ട് സാധിക്കും എന്നാണ് കാണിക്കുന്നത്. ലെറ്റ്സ് സീ സം ഏഞ്ചൽ ഗൈഡൻസ് ഫോർ യു. ഈ ഒരു പേഴ്സൻ്റെ എനർജി വലയത്തിൽ നിന്നും നിങ്ങൾക്ക് ഭേദിച്ച് മുന്നോട്ട് പോകാൻ, നിങ്ങളുടെ ഒറിജിനൽ ഒതൻറ്റിക് എനർജിയിൽ നിൽക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്താണ് ഏഞ്ചൽസ് നൽകുന്ന മെസ്സേജ് എന്ന് നമുക്ക് നോക്കാം. ടേക്ക് എൻ ആക്ഷൻ. ഓക്കെ, ഈ ഒരു ഹീലിംഗ് സ്റ്റാർട്ട് ചെയ്യുക. റീകൺസിഡർ യുവർ ഓപ്ഷൻസ് ആൻഡ് നോ നീഡ് ടു വറി. ഇത് ടെമ്പററി ആണ്. ട്രസ്റ്റ് ദ പ്രോസസ്. ആൾക്കാരെയും ട്രസ്റ്റ് ചെയ്യുക, നിങ്ങളെയും ട്രസ്റ്റ് ചെയ്യുക.
ഈ ഒരു വ്യക്തി ട്രസ്റ്റ് വേഴ്ത്തി അല്ലായിരുന്നു എന്നുള്ളതുകൊണ്ട് മാത്രം ലോകം മുഴുവനും ട്രസ്റ്റ് വേഴ്ത്തി അല്ലാതാവുന്നില്ല. ദിസ് വേൾഡ് ഇസ് എ വെരി ബ്യൂട്ടിഫുൾ പ്ലേസ് ടു ലിവ് ഇൻ. അത് മനോഹരമായിട്ട് തന്നെ ജീവിച്ചു തീർക്കുക. And let's see some affirmations that you can say along with your healing. Okay, let's see that. What affirmations? I radiate confidence. Yes, നിങ്ങളുടെ കോൺഫിഡൻസ് ഈ വ്യക്തി ഷെയ്ക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു അഫർമേഷൻ പറയാവുന്നതാണ്. ആൻഡ് ദ ബോട്ടം എനർജി ഈസ് ഐ ലുക്ക് അമേസിങ്. ഈ അഫർമേഷനും നിങ്ങൾക്കിപ്പോൾ പറയാൻ സാധിക്കും. നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ച് സെൽഫ് ഡൗട്ട് ഉണ്ടെങ്കിൽ അതെല്ലാം മാറ്റാനായിട്ട്, നിങ്ങളുടെ കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യാനായിട്ടും ഇത് സഹായിക്കും എന്നുള്ളതാണ്. ഓക്കെ, സോ ഇതാണ് ഗ്രൂപ്പ് നമ്പർ 1 നിങ്ങൾക്കുള്ള റീഡിങ്. നിങ്ങൾക്കിത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്കിത് റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി കമൻറ്റ് ചെയ്യുക കേട്ടോ. അതുപോലെ ഇതിൻ്റെ ഹീലിംഗ് മെത്തേഡ്സ് നിങ്ങൾക്ക് എഫക്റ്റീവ് ആയിട്ടുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക. ആൻഡ് മറ്റ് വീഡിയോസ് എല്ലാം നമ്മുടെ ചാനലിൽ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സപ്പോർട്ട് അവർ ചാനൽ, സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. ഇനി നിങ്ങൾക്ക് പേഴ്സണൽ ഗൈഡൻസ് വേണമെങ്കിൽ ഈ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതുമാണ്. നമുക്കിനി ഗ്രൂപ്പ് നമ്പർ 2 ദി ബി സ്പിരിറ്റ് സെലക്ട് ചെയ്തിട്ടുള്ള നിങ്ങളുടെ റീഡിങ്ങിലേക്ക്. ഹായ്, ഹലോ. ഗ്രൂപ്പ് നമ്പർ 2 ബി സ്പിരിറ്റ് സെലക്ട് ചെയ്തിട്ടുള്ള നിങ്ങളുടെ റീഡിംഗ് ആണ്. നിങ്ങളെ കുറിച്ച് ആലോചിക്കുന്നത് ഏതൊരു വ്യക്തിയാണ്, അവർ നിങ്ങളിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഇമ്പാക്റ്റ് എന്താണ്, നമുക്ക് ആദ്യം ആ വ്യക്തിയെക്കുറിച്ചുള്ള ക്ലൂസ് എന്താണ് എന്ന് നമുക്ക് നോക്കാം. സോ ഇതാരാണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. യെസ്, who is thinking about you, who is trying to influence you, who is trying to manipulate you, who is thinking about you always. നിങ്ങളുടെ ഓതൻറ്റിക് എനർജിയിൽ നിന്നും നിങ്ങളെ മാറ്റുന്നത് ആരാണ് എന്ന് നമുക്ക് നോക്കാം. നിങ്ങളെ ഡിസ്റ്റർബ് ചെയ്യുന്നത് മെൻ്റലി സ്പിരിച്വലി ഒക്കെ ആരാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഫിനാൻഷ്യലി സ്ട്രഗിൾ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. മേ ബി എ ഫാമിലി മെമ്പർ ഓർ എ ചൈൽഡ്ഹുഡ് ഫ്രണ്ട്. നിങ്ങളെ വിവാഹം കഴിക്കണം എന്ന് വിചാരിച്ചിട്ടുള്ള ഒരു ആളാണ്. ഓർ മേ ബി ദിസ് പേഴ്സൺ ഈസ് യുവർ എക്സ് ഹസ്ബൻഡ് ഓർ യുവർ എക്സ് വൈഫ്. യെസ്, ഒരു ഫൗണ്ടേഷണൽ ഷിഫ്റ്റ് അല്ലെങ്കിൽ ഒരു തകർന്നു പോയിട്ടുള്ള ഒരു മനുഷ്യനാണ് ഈ വ്യക്തി. ഈ വ്യക്തിയുടെ ജീവിതത്തിൽ എന്തൊക്കെയോ ട്രബിൾസ് നടന്നിട്ടുണ്ട്. ഇവർക്ക് കിട്ടാനുള്ള പൈസകൾ കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ ഇവർക്ക് കിട്ടാനുള്ള റിവാർഡ്സ് കിട്ടുന്നില്ല. അങ്ങനെ ഒരു വ്യക്തിയാണ്. ഡിറ്റർമിൻഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്, പക്ഷെ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഭയങ്കര കൺഫ്യൂസ്ഡ് ആണ്. ആൻഡ് എ സ്റ്റബേൺ പേഴ്സൺ. നിങ്ങൾക്ക് ഈ വ്യക്തിയുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ഓൾറെഡി ഉണ്ട് എന്ന് കാണിക്കുന്നുണ്ട്. ദിസ് പേഴ്സൺ ഇസ് ഇൻ ടച്ച് വിത്ത് യു എന്ന് കാണിക്കുന്നുണ്ട്. ഓക്കെ, അല്ലാതെ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിലും ഇനി കോണ്ടാക്റ്റേ ഇല്ല എന്നുള്ള സ്ഥിതിയല്ല. നമുക്ക് ഈ വ്യക്തിയുടെ കൂടുതലായിട്ടുള്ള ക്ലൂ എന്താണെന്ന് നോക്കാം. ഓക്കെ, യെസ്, ഇവർ ഒരു മാറ്റത്തിൽ വിധേയപ്പെട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അവരുടെ ജീവിതത്തിൽ അടിമുടി ഒരു മാറ്റം സംഭവിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണെന്ന് കാണിക്കുന്നുണ്ട്. അതായത് പഴയ ഇവരും ഇപ്പോഴുള്ള ഇവരും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് എന്ന് കാണിക്കുന്നുണ്ട്. ആൻഡ് വി ഗോട്ട് സജിറ്റേറിയസ്. ഓക്കെ, മൂലം, പൂരാടം, ഉത്രാടം നക്ഷത്രം ആവാനുള്ളൊരു സാധ്യതയുണ്ട്. ഓക്കെ, ഇവരുടെ ലൈഫിൽ ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു, ഇവരുടെ കുടുംബം തകർന്നിട്ടുള്ള ഒരു ഡിവോഴ്സ്ഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണെന്ന് എനിക്ക്. ഇപ്പം നിങ്ങളുമായിട്ട് അല്ലെങ്കിൽ പോലും ദിസ് പേഴ്സൺ ഇസ് എ ഡിവോഴ്സ്ഡ് പേഴ്സൺ. അപ്പോൾ ഇവരുടെ ലൈഫിൽ ഇവർ ഒരു ഹീലിംഗ് പ്രോസസ്സിലൂടെ കടന്നു പോകുന്നൊരു സമയം കൂടെയാണ്. ആൻഡ് ഇവരുടെ ലിയോ സ്ട്രോങ് ആണ്. അതായത് ദേ ഹാവ് എ സ്ട്രോങ് പവർ അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ അതോറിറ്റി ഒക്കെ ഉള്ളിലുള്ള ആളാണ്. എന്നാൽ അത് ജീവിതത്തിൽ പ്രകടമാക്കാൻ സാധിച്ചിട്ടില്ലാത്ത ഒരു വ്യക്തിയും കൂടെ ആയിട്ട് കാണിക്കുന്നുണ്ട്. ആൻഡ് ഇവർ നിങ്ങളിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഇൻഫ്ലുവൻസ് പോസിറ്റീവായിട്ടാണോ നെഗറ്റീവായിട്ടാണോ നിങ്ങളെ ഇമ്പാക്റ്റ് ചെയ്തിരിക്കുന്നതെന്നും കൂടെ നമുക്ക് നോക്കാം. ഹൗ ഇസ് ദിസ് പേഴ്സൺ ഇൻഫ്ലുവൻസിങ് യു എന്നുള്ളത് നമുക്ക് നോക്കാം. യെസ്, ഐ തിങ്ക് ദിസ് പേഴ്സൺ ഹാസ് ലെഫ്റ്റ് യു വിത്ത് ലെഫ്റ്റ് ഔട്ട് ഫീലിംഗ്. അതായത് നിങ്ങളുമായിട്ട് സെപ്പറേറ്റഡ് ആയി പോയിട്ടുള്ള ഒരു ആൾ തന്നെയാണ്. അപ്പോൾ ആ ഒരു സെപ്പറേഷൻ ഒരു മിറർ റിഫ്ലക്ഷൻ പോലെ ഇവരുടെ തന്നെ എനർജി നിങ്ങൾ റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. അതായത് യു ആർ ഓൾസോ വെയിറ്റിംഗ് എന്ന് കാണിക്കുന്നുണ്ട് റിവാർഡിനായിട്ട്. എന്നാൽ നിങ്ങൾക്ക്
ഒരു തുല്യതയുടെയൊക്കെ ഒരു അർത്ഥം മനസ്സിലായത് ഈ ഒരു ബന്ധത്തിൽ നിന്ന് അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടാണ്. അത് ഇവർ തുല്യത തന്നു എന്നല്ല, തുല്യത ആവശ്യമാണ്, ബന്ധങ്ങളിൽ ഈക്വാലിറ്റി ആവശ്യമാണ്, കൊടുക്കുന്നത് തന്നെ തിരിച്ച് കിട്ടണം എന്നുള്ള ഒരു ബോധം ആക്ച്വലി നിങ്ങൾക്ക് ഇവിടെ നിന്ന് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ട്രസ്റ്റ് ഇഷ്യൂസ് ഉണ്ടായിരുന്നു എന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. യെസ്, ദാറ്റ് ഈസ് വോട്ട്. ആൻഡ് ആൾക്കാരോട് എങ്ങനെയാണ് ഇടപെടേണ്ടത് എന്നുള്ളത്, നിങ്ങൾക്ക് ഭയങ്കര ദേഷ്യമായിരുന്നു, അല്ലെങ്കിൽ നിങ്ങൾ ഭയങ്കര അറഗൻ്റ് ആയിരുന്നു എന്നൊക്കെയുള്ള തിരിച്ചറിവ്. എന്നാൽ അതൊക്കെ മാറ്റണമെന്ന് നിങ്ങളിപ്പോൾ മനസ്സിലാക്കുന്നുണ്ട്. നിങ്ങൾ മറ്റുള്ളവരുടെ ജീവിതം ഒരുപാട് കമ്പയർ ചെയ്യുന്നുണ്ട്. നിങ്ങൾ എന്തൊക്കെയോ രീതിയിൽ ഒത്തിരി കമ്പയർ ചെയ്തിരുന്നു. ഇതൊക്കെ നിങ്ങളിപ്പോൾ തിരിച്ചറിയാണ്. ആക്ച്വലി നിങ്ങൾ മറ്റുള്ളവരുടെ ലൈഫിലേക്കല്ല നോക്കേണ്ടത്, നിങ്ങളുടെ തന്നെ ജീവിതത്തിലേക്കാണ് നിങ്ങൾ നോക്കേണ്ടത്. എങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് ആ ജീവിതം നേരെയാക്കി കൊണ്ടുവരാൻ സാധിക്കുക എന്ന് നിങ്ങൾ തിരിച്ചറിയുന്നുണ്ട് ഇപ്പോൾ. ഓക്കെ, ആൻഡ് ബി സ്പിരിറ്റ് ആണ് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന എനർജി. സ്വീറ്റ് റിസൾട്ട്സ് അവൈറ്റ്. യെസ്, റിവാർഡിങ് തന്നെയാണ്. നിങ്ങൾക്ക് ഹീലിംഗ് സംഭവിക്കുന്നുണ്ട്, അവർക്കും സംഭവിക്കുന്നുണ്ട്. അതായത് ഈ വ്യക്തിയിൽ നിന്ന് നിങ്ങൾ പഠിക്കേണ്ട ലെസൺ, അല്ലെങ്കിൽ ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിൽ വന്നു പോയതിൽ നിന്ന് നിങ്ങൾ പഠിക്കേണ്ട ലെസൺ ഇതാണ്. ഫസ്റ്റ് ഓഫ് ഓൾ, നമ്പർ 7, നിങ്ങളുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയെ നമ്മൾ നമ്പർ 7th ഹൗസ് കൊണ്ട് ഒക്കെ നമുക്ക് പറയാം. ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത്? നമ്മൾ ഇടപെടുന്ന, നമ്മൾ അഭിമുഖീകരിക്കുന്ന വ്യക്തികൾ, ഇവരോട് എങ്ങനെ മാന്യമായി പെരുമാറാം, അതായത് ബിഹേവിയർ നിങ്ങൾ പഠിക്കുന്നുണ്ട്. ദി റൂൾ ഓഫ് സോഷ്യൽ മിംഗ്ലിംഗ്, ഹൗ ടു ബിൽഡ് യുവർ കണക്ഷൻസ്. നിങ്ങൾ എത്രത്തോളം ഒരു വ്യക്തിയുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്യുമ്പം ആ വ്യക്തിയെ പോസിറ്റീവ്ലി ഇൻഫ്ലുവൻസ് ചെയ്യാമെന്ന് പഠിക്കുന്നുണ്ട്. കാരണം നിങ്ങൾക്ക് ഈ വ്യക്തി നെഗറ്റീവ് ഇൻഫ്ലുവൻസാണ് തന്നിരുന്നത്, തിരിച്ച് നിങ്ങളും അങ്ങനെ തന്നെ ഉള്ള ഒരു വ്യക്തിയായിരുന്നു. നിങ്ങൾക്ക് എല്ലാവരോടും ദേഷ്യം, ഇറിറ്റേഷൻ, ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അപ്പം നിങ്ങൾക്ക് ഇറിറ്റേഷൻ വരും, ഫ്രസ്ട്രേഷൻ വരും, നിങ്ങൾക്ക് ദേഷ്യം അങ്ങോട്ട് വരികയാണ്. പിന്നെ അവരോട് ദേഷ്യമാണ്, അവരങ്ങനെ ചിന്തിച്ചു, അവരെന്നെ തകർക്കാൻ വേണ്ടി ചിന്തിച്ചു, ഇതൊക്കെ നിങ്ങൾ ആലോചിച്ചുകൊണ്ടിരുന്ന ഒരാളാണ്. പക്ഷേ ഇന്ന് നിങ്ങൾക്ക് അങ്ങനെയല്ല ചിന്തിക്കേണ്ടത്. നിങ്ങളുടെ ഉള്ളിൽ എന്താണ് അതാണ് പുറത്തുണ്ടാവുക റിയാലിറ്റി ആയിട്ട്. അപ്പോൾ നമ്മളുടെ ഉള്ളിൽ ആ മാറ്റം വരുത്തണമെന്ന് നിങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് റിസൾട്ട് അല്ലെങ്കിൽ റിവാർഡ് നിങ്ങളെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. അതായത് ഈ ബി സ്പിരിറ്റ് നിങ്ങളോട് പറയുന്നത്, നിങ്ങളുടെ ഈഗോ പുറത്ത് കളയാൻ നിങ്ങൾ തയ്യാറാവുകയാണെങ്കിൽ എന്ത് കാര്യത്തിലേക്കും നിങ്ങൾക്ക് ഡീപ്പറായിട്ട് കണക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ലെറ്റ് ഗോ ഓഫ് യുവർ ഈഗോ. അതുപോലെ തന്നെ ടീം വർക്കിൻ്റെ ആവശ്യകത. നിങ്ങൾ ഒരു ഒറ്റയാനെ പോലെയാണ് നിന്നിരുന്നത് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ടീം സ്പിരിറ്റിൻ്റെ ഒരു മെസ്സേജും കൂടെ പഠിക്കുന്നുണ്ട്. നിങ്ങളുടെ എന്താണ് ഇമോഷൻസ് ഉള്ളത്, ഹോണസ്റ്റ് ആയിട്ട് അത് നിങ്ങളോട് തന്നെ സംസാരിക്കുക, സമ്മതിക്കുക, അക്നോളജും ചെയ്യുക. ഇതെല്ലാം ചെയ്യുക. ഇത് നിങ്ങൾക്ക് ഒത്തിരി മാറ്റം ഉണ്ടാകും. അതായത് നിങ്ങൾക്ക് മറ്റൊരാളോട് ദേഷ്യം തോന്നിയെങ്കിൽ ഓക്കെ, എനിക്ക് ദേഷ്യം തോന്നി, സെൽഫ് ടോക്ക് ചെയ്യുക. എനിക്ക് ആ വ്യക്തിയോട് ദേഷ്യം തോന്നി, അതെന്തുകൊണ്ടാണ് ദേഷ്യം തോന്നിയത്? അവർ ഇന്ന ഒരു കാര്യം പറഞ്ഞു, അവർ ആക്ച്വലി പറഞ്ഞ കാര്യം സത്യമാണോ? ഇനി സത്യമല്ലെങ്കിൽ പോലും അവരെന്തൊരു പേഴ്സ്പെക്റ്റീവിലായിരിക്കും അത് പറഞ്ഞിട്ടുണ്ടാവുക. അവരുടെ ഷൂസിൽ നിന്നുകൊണ്ടൊന്ന് നോക്കാം. ഇങ്ങനെ നിങ്ങൾക്ക് ആൾക്കാരോട് ക്ഷമിക്കാനും ഒക്കെ സാധിക്കുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത്. ആൻഡ് ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഓവർകം ചെയ്യാൻ, അല്ലെങ്കിൽ ഈ ഒരു എനർജിയെ നിങ്ങൾക്ക് ഹീൽ ചെയ്യാൻ, ഇനി മുന്നോട്ട് പോസിറ്റീവായിട്ട് റിവാർഡ്സ് ലഭിക്കാൻ ജീവിതത്തിൽ നിങ്ങൾ എന്ത് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. സോ നിങ്ങളുടെ ഹീലിങ്ങിന് വേണ്ടി നിങ്ങളിപ്പോൾ എന്താണ് പ്രാക്ടീസ് ചെയ്യേണ്ടത്? ആക്ച്വലി ഇത് നിങ്ങളുടെ ഒരു ഇന്നർ ചൈൽഡ് ഹീലിംഗ് തന്നെയാണ്. അപ്പോൾ ഇന്നർ ചൈൽഡ് ഹീലിംഗ് പലരും നമ്മുടെ അടുത്തെടുത്ത് എടുക്കുന്ന സമയത്ത് ചോദിക്കുന്നത്, എൻ്റെ കുട്ടിക്കാലം ഞാൻ ഹീൽ ചെയ്തു, ഇനി എൻ്റെ ടീനേജ് അല്ലെങ്കിൽ എൻ്റെ മുതിർന്ന ആളെ ഹീൽ ചെയ്യാം. നിങ്ങളുടെ മരണം വരെ നിങ്ങളുടെ ഉള്ളിലുള്ള ആളാണ് നിങ്ങളുടെ ചൈൽഡ്, ഇന്നർ ചൈൽഡ് എന്ന് പറയുന്നത്. ആ ചൈൽഡിനാണ് എപ്പോഴും നെഗറ്റിവിറ്റീസ് അഫക്റ്റ് ചെയ്യുകയും നിങ്ങൾക്കത് ഇമ്പാക്റ്റ് ചെയ്ത് തരികയും ചെയ്യുന്നത്. അല്ല, നിങ്ങളുടെ കുട്ടിക്കാലത്തിനെ മാത്രമല്ല നമ്മൾ ഇന്നർ ചൈൽഡ് ഹീലിംഗ് എന്ന് പറയാം. സോ ഇപ്പം നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. യു ഡിസേർവ് ടു ബി സീൻ, ലെറ്റ് യുവർ സെൽഫ് ബി നോൺ എന്നുള്ളൊരു മെസ്സേജാണ്. സോ ഈ ഒരു വ്യക്തി നിങ്ങളെ മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കില്ല. നിങ്ങൾ എത്രയൊക്കെ നിങ്ങളെക്കുറിച്ച് ഇവരോട് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചാലും ഇവർക്ക് നിങ്ങളെ മനസ്സിലാവുന്നില്ല.
നിങ്ങൾ വിചാരിക്കുന്നത് നിങ്ങളുടെ പ്രശ്നമാണെന്നുള്ളതാണ്. ലോകത്തെല്ലാവരും ഇവരെ പോലെ നിങ്ങളെ മനസ്സിലാക്കുന്നില്ലെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്. സോ നിങ്ങളുടെ ഉള്ളിൽ നിങ്ങളെ അറിയാനും മനസ്സിലാക്കാനും ഉള്ള ഡീപ്പായിട്ടുള്ള ഒരു ത്വരയാണെന്ന് തന്നെ പറയാം. അത് ഇങ്ങനെ കിടക്കുകയാണ്. അത് നിങ്ങൾ സെൽഫിഷ് ആയതുകൊണ്ടോ അല്ലെങ്കിൽ അതെന്തെങ്കിലും നിങ്ങളെക്കുറിച്ച് തന്നെ അഷെയിംഡ് ആവേണ്ടതോ ആയിട്ടുള്ള വിഷയമൊന്നുമല്ല. അതൊരു ഒരു നോർമൽ ഹ്യൂമൻ ഇൻസ്റ്റിങ്ക്റ്റ് തന്നെയാണത്. ഇത് നമ്മൾ ഹീൽ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഈ ഒരു പ്രോസസ്സ് പരീക്ഷിക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യം അല്ലെങ്കിൽ സംതിങ് ദാറ്റ് യു ആർ ഗുഡ് അറ്റ്, നിങ്ങളതിൽ മിടുക്കരാണെന്ന് നിങ്ങൾക്ക് ഉറപ്പുള്ള ഒരു കാര്യം ചെയ്തു തുടങ്ങുക. അതിനെ പാഷൻ എന്ന് പറയാം, അല്ലെങ്കിൽ ഇഷ്ടമുള്ള കാര്യമെന്ന് പറയാം. പക്ഷെ അത് ഇതുവരെ നിങ്ങളോട് തന്നെ സമ്മതിച്ചു കൊടുത്തിട്ടില്ല, അല്ലെങ്കിൽ യു ഹാവ് നോട്ട് ക്ലെയിംഡ് ഇറ്റ്, യു ഹാവ് നോട്ട് ഓൺഡ് ഇറ്റ്. നിങ്ങൾ തന്നെ അതിൻ്റെ ഒരു ഓണർഷിപ്പ് എടുത്തിട്ടില്ല. യെസ്, ഇത് ഞാൻ ചെയ്തതാണ്, ഇത് എന്നെക്കൊണ്ട് പറ്റും. ഗിവ് ക്രെഡിറ്റ് ടു യുവർ സെൽഫ് ഫസ്റ്റ്. ആ ഒരു കാര്യം ചെയ്തു തുടങ്ങുക, അതിനൊരു ക്രെഡിറ്റ് നിങ്ങൾ കൊടുക്കുക. ആൻഡ് നിങ്ങൾക്ക് ഈ ഒരു കാര്യം ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ, നിങ്ങളുടെ പാഷൻ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഐ ആം തുടങ്ങിയുള്ള അഫർമേഷൻസ് നിങ്ങൾക്ക് പറയാവുന്നതാണ്. അതായത് ഐ ആം അമേസിങ് വിത്ത് ദിസ്. ഈ ഒരു പർട്ടിക്കുലർ കാര്യവുമായിട്ട് ഞാൻ വളരെ അമേസിങ് ആണ്. ഐ ആം സൂപ്പർ പവർഫുൾ, ഐ ആം സൂപ്പർ കേപ്പബിൾ ഓഫ് ഡൂയിങ് ദിസ്. ആൻഡ് ആ ഒരു കാര്യത്തിൽ നിങ്ങളുടെ കഴിവുകളെയും കൂടെ സ്പെസിഫിക് ആയിട്ട് എടുത്തു പറഞ്ഞുകൊണ്ട് അഫർമേഷൻ പറയാം. അതായത് ഇപ്പം നിങ്ങൾക്ക് പാട്ട് പാടാനൊരു കഴിവുള്ള ആളാണെങ്കിൽ മൈ വോയിസ് ഇസ് സൂപ്പർ ഗുഡ്, അല്ലെങ്കിൽ ഐ ഹാവ് എൻ അമേസിങ് സ്റ്റേജ് പ്രസൻസ്. അങ്ങനെ സ്പെസിഫിക് ആയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ട് ഈ ഒരു കാര്യത്തെ ഹീൽ ചെയ്യാനായിട്ട് സാധിക്കും. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഐ ആം സ്റ്റേറ്റ്മെൻറ്റ്സ് കണ്ടെത്തി ആലോചിച്ച് നിങ്ങൾക്ക് ജേർണലിംഗ് ചെയ്യുന്നതും നല്ലതാണെന്ന് കാണിക്കുന്നുണ്ട്. ഈ ജേർണലിംഗ് ചെയ്യുമ്പോൾ നെക്സ്റ്റ് ഡേ നിങ്ങൾ ഐ ആം സ്റ്റേറ്റ്മെൻറ്റ്സ് എഴുതുമ്പോൾ ലാസ്റ്റ് ഡേ നിങ്ങൾ എഴുതിയതിൽ നിന്നും നിങ്ങൾക്ക് എത്രത്തോളം ഗുണമുണ്ടായി, നിങ്ങളുടെ എനർജിയിൽ മാറ്റം വന്നു എന്നും കൂടെ നിങ്ങൾ എഴുതുക. എന്നിട്ട് ഇനിയും മാറ്റം വന്നിട്ടില്ലെങ്കിൽ വാട്ട് ഈസ് സ്റ്റോപ്പിംഗ് യു ഫ്രം ലിവിങ് മൈ ഓസം ലൈഫ് എന്നുള്ളതും കൂടെ ചോദിക്കുക സ്വയം. എന്നിട്ട് അതിനുള്ള ഉത്തരം എഴുതുക. ഓക്കെ, സോ ഈ ഒരു ഹീലിംഗ് പ്രോസസ്സ് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ആൻഡ് ലെറ്റ്സ് സീ സം ഏഞ്ചൽ ഗൈഡൻസ്. ഓക്കെ, ഈ ഒരു വ്യക്തിയുടെ എനർജിയിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ അല്ലെങ്കിൽ പോസിറ്റീവായിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? പലപ്പോഴും ഈ ഒരു വ്യക്തി ഇവിടെ ഇൻറ്റൻഷനലി നിങ്ങൾ നെഗറ്റീവ് ആക്കിയിട്ടില്ല. അവരും അൺഹീൽഡ് ആണ്, അല്ലെങ്കിൽ അവരും ദേ ആർ ഗോയിങ് ത്രൂ ദ സെയിം മെസ് ആസ് യു വേ ഗോയിങ് ത്രൂ. അപ്പോൾ അവർ നിങ്ങളെ നശിപ്പിക്കണമെന്നൊന്നും ഉള്ള ഒരു ഇൻറ്റൻഷനിലല്ല. പക്ഷെ അവരും മെസ്ഫുള്ളാണ്, അവർക്കും ഈ സെയിം കൈൻഡ് ഓഫ് ഹീലിംഗ് ആവശ്യമാണ്. എന്നാൽ ഗ്രൂപ്പ് നമ്പർ 1 കുറച്ച് ഇൻറ്റൻഷനലി ഒരു നെഗറ്റീവ് തോട്ട്സ് ഉണ്ടായിരുന്നു എന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതങ്ങനെയല്ല. സക്സസ്, വാവ്, നിങ്ങളുടെ സക്സസ് അടുത്തിട്ടുണ്ട്. പക്ഷെ നമുക്ക് അവിടെ തടസ്സങ്ങളാണ് കാണിക്കുന്നത്. ആ തടസ്സത്തെ മറികടക്കാൻ നിങ്ങൾക്ക് ഈ ഹീലിംഗ് ചെയ്താൽ മതിയാവും. ഓക്കെ, ദെൻ യു വിൽ ഫൈൻഡ് സക്സസ് ഇൻ ലൈഫ്. നോട്ട് ദി റൈറ്റ് ടൈം. യെസ്, ഇപ്പം നിങ്ങൾക്ക് ചെയ്യേണ്ട എന്തെങ്കിലും മേജർ കാര്യത്തിലേക്കല്ല കടക്കേണ്ടത്, ഈ ഹീലിംഗ് ആണ് ചെയ്യേണ്ടത്. അതിനുശേഷം ഗോ ബാക്ക് ടു ദ റൈറ്റ് തിങ് അല്ലെങ്കിൽ ദ മേജർ തിങ്. സക്സസ് ഉണ്ടാവും. ഇഫ് യു ബിലീവ് ഇൻ യുവർ സെൽഫ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ബിലീവ് ഇൻ യൂണിവേഴ്സ്, യു ആർ റെഡി ടു ഹീൽ എന്നുള്ളൊരു മെസ്സേജാണ്. ബോട്ടം ഇസ് പെർഫെക്റ്റ് ടൈമിങ്. നോട്ട് ദ റൈറ്റ് ടൈമിൻ്റെ കൂടെ നമുക്ക് ലാസ്റ്റ് കിട്ടിയത് പെർഫെക്റ്റ് ടൈമിംഗ് ആണ്. സോ വാട്ട് ഈസ് പെർഫെക്റ്റ് ടൈമിംഗ്? ഹീലിങ്ങിനാണ് പെർഫെക്റ്റ് ടൈമിംഗ്. ഹീലിങ്ങിന് ശേഷം നിങ്ങൾക്ക് ജീവിതത്തിൽ വേണ്ട കാര്യം ചെയ്യൂ. ദെൻ ടൈം വിൽ ബി റൈറ്റ് എന്ന് കാണിക്കുന്നുണ്ട്. ഓക്കെ, ആൻഡ് ലാസ്റ്റ് ബട്ട് നോട്ട് ദി ലീസ്റ്റ്, നിങ്ങൾക്ക് വേണ്ട അഫർമേഷൻ എന്താണ് ഈ സമയം? ഐ ആം സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് നിങ്ങൾക്ക് വേണ്ട ഫസ്റ്റ് അഫർമേഷൻ. ദിസ് ഇസ് ദ സെക്കൻഡ് അഫർമേഷൻ. ലെറ്റ്സ് സീ വാട്ട് ഇറ്റ് ഇസ്. ഐ ഹാവ് ദ പവർ ടു ക്രിയേറ്റ് ദ ലൈഫ് ഐ വാണ്ട്. ആൻഡ് ഇറ്റ് ഈസ് റിലേറ്റഡ് ടു നിങ്ങളുടെ ഹീലിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ് തന്നെയാണ്. സോ ഇതും കൂടെ നിങ്ങൾക്ക് അതിൻ്റെ കൂടെ ജേർണൽ ചെയ്യുമ്പം ആഡ് ചെയ്യാവുന്നതാണ് കേട്ടോ. ആൻഡ് ഇതിൻ്റെ അകത്ത് ബോട്ടം എനർജി ആയിട്ട് വന്നത് ഐ എം സ്ട്രോങ്ങർ ദാൻ എനി ചാലഞ്ച് ഫോർ ഐ നോ ദാറ്റ് ദി യൂണിവേഴ്സ് ഹാസ് മൈ ബാക്ക്. യെസ്, ചലഞ്ചുകൾ വന്നോട്ടെ, പക്ഷെ ഞാൻ ആ ചലഞ്ചിനെക്കാട്ടിലും സ്ട്രോങ്ങറാണ്. അതുകൊണ്ട് തന്നെ എനിക്കത്
ഈസി ആയിട്ട് മറികടക്കാൻ സാധിക്കും. വന്നത് വന്നു, ബട്ട് യൂണിവേഴ്സ് ഇസ് സപ്പോർട്ടിങ് മീ. ഓക്കെ, ഇതാണ് ഗ്രൂപ്പ് നമ്പർ 2 നിങ്ങൾക്കുള്ള ഒരു റീഡിംഗ്. നിങ്ങൾക്കിത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ചാനലിൻ്റെ മറ്റു വീഡിയോസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ, കോമെൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. സപ്പോർട്ട് ചെയ്യുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യണം. അതുപോലെ ഈ ഹീലിംഗ് പ്രോസസ്സ് പരീക്ഷിച്ച് നോക്കിയിട്ട് ഒരു 21 days ഒക്കെ ചെയ്തിട്ട് ഇതെങ്ങനെയാണ് ഇതിൻ്റെ റിസൾട്ട് വന്നിട്ടുള്ളത് എന്നും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. എനിക്കത് അറിയാൻ വളരെയധികം താല്പര്യമുണ്ട്. ഇനി നിങ്ങൾക്കൊരു പേഴ്സണൽ ഗൈഡൻസ് എന്തെങ്കിലും ആവശ്യമാണെങ്കിൽ, കൺസൾട്ടേഷനോ ഹീലിങ്ങോ ആവശ്യമാണെങ്കിൽ ഈ ഒരു നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ടാരോട്ട് കാർഡ്സ് പഠിക്കണമെന്നുണ്ടെങ്കിലും നമ്മൾ ഓൺലൈൻ കോഴ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ ഒരു നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ ഇതായിരുന്നു നിങ്ങൾക്ക് ഇന്നത്തേക്കുള്ളൊരു റീഡിംഗ്. അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കുമായിട്ട്, അടുത്തൊരു ഹെൽപ്ഫുൾ ടോപ്പിക്കുമായിട്ട്, അടുത്തൊരു സ്പിരിച്വൽ ടോപ്പിക്കുമായിട്ട് അടുത്തൊരു എപ്പിസോഡിൽ കാണുന്നത് വരെ ഓൾ ഓഫ് യു ഓൾ ടേക്ക് കെയർ. ബൈ.